ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുത്തനൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് നമ്മളൊരു ടാങ്കറിനകത്ത് സ്പിരിറ്റൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ കടത്താനാണ് പ്ലാൻ. ഓക്കെ, നമുക്കിപ്പോൾ അങ്ങ് വണ്ടിയെ കയറാം. പുറകിലൊരു വെള്ളിമുങ്ങ വെയിറ്റ് ചെയ്യുന്നുണ്ട് പെട്രോൾ അടിക്കാൻ, ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളപ്പോൾ ഇന്നോവയൊക്കെ എടുത്താണ് പോകുന്നത് ഗൈസ്. ഓക്കെ ഓക്കെ അവിടെ നമ്മുടെ മൈക്കിൾ അണ്ണൻ പറഞ്ഞിട്ടാണ് ഈ പണി നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മൈക്കിൾ അണ്ണൻ പറഞ്ഞു ആ പുള്ളിയുടെ ടാങ്കർ പോലീസ് പിടിച്ച് ഏതോ ഒരു ഗോഡൗണിൽ കൊണ്ടിട്ടിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അടിച്ചു മാറ്റിക്കൊണ്ട് വരാനാണ് പറഞ്ഞേക്കുന്നത്. സ്പിരിറ്റ് ടാങ്കറാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പെട്രോൾ അടിച്ചിട്ട് വണ്ടി ഡീസൽ അടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോവുകയാണ് ഗൈസ്. ഓക്കെ, എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഓക്കെ ഇവിടെ ആയിട്ടാണ് കേട്ടോ. അതെ, ഇതാണ് അണ്ണൻ തന്ന GPS വഴി പറഞ്ഞ ഗോഡൗൺ ഗൈസ്. കണ്ടില്ലേ, ഇത് ഇവിടെ ആണെന്നാണ് പറഞ്ഞത്. ഇത് കണ്ടിട്ടൊരു ഗോഡൗൺ പോലൊന്നും ഇല്ലല്ലോ ഗൈസ്. ഇവിടെ ആണോ? അറിയത്തില്ല, നോക്കാം ഗൈസ്. ഓക്കെ, ഇങ്ങോട്ടേക്ക് വണ്ടി കയറ്റി എവിടെ ഇടും? ഇവിടേക്ക് ഇടാം. അയ്യോ, ഓക്കെ, ഫുള്ള് ഗട്ടറും കാര്യങ്ങളൊക്കെയാണ്. മൊത്തം തറ മൊത്തം പൊളിഞ്ഞ് കിടക്കുവാണല്ലോ. ഓക്കെ ഗൈസ്, ഇപ്പം ഇങ്ങോട്ട് വണ്ടി ഒന്ന് ഇടുന്നേ. ഓക്കെ, ഇങ്ങോട്ടൊന്ന് കയറ്റി നോക്കാം. എൻ്റെ ദൈവമേ, എടുക്കാത്ത വണ്ടിയാണ് ഗൈസ്. അധികം അങ്ങനെ എടുക്കാറൊന്നുമില്ല നമ്മൾ നമ്മുടെ സുമോയൊക്കെയാണ് നമ്മൾ അധികം എടുക്കാറ്. സുമോയും 1800 ഒക്കെ. ഓക്കെ, നമ്മുടെ മൈക്കിളണ്ണൻ്റെ ഗോഡൗൺ ആയതുകൊണ്ട് മൈക്കിളണ്ണൻ്റെ തന്നെ സ്ഥലമാണ് ഇതും, അതുകൊണ്ട് നമുക്ക് വലിയ സീനൊന്നും ഇല്ല. ആർക്കും അറിയത്തില്ല ഗൈസ് അത് മൈക്കിളണ്ണൻ്റെ ടാങ്കറാണെന്ന്. അതാണ് ഇവിടെ കൊണ്ടിട്ടേക്കുന്നത്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ നിന്നാണ് പറഞ്ഞത്. നമുക്കെന്തായാലും പോയി നോക്കാം ഇവിടെ വല്ലതും ടാങ്കർ വല്ലതും കിടപ്പുണ്ടോ എന്ന്. ഓക്കെ ഗൈസ്, അതാണ് കേട്ടോ സാധനം. അതാണെന്ന് തോന്നുന്നു ടാങ്കർ. ഓക്കെ ഓക്കെ ഗൈസ്, ട്രെയിലറാണോ അത്? ടാങ്കർ ഇതാണെന്നാണ് പറഞ്ഞത്. ഇതാണ് ഗൈസ്, ഇത് മാത്രമേ ഇവിടെ ഉള്ളല്ലോ. ഓക്കെ, പിന്നെ നമ്പരും പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങ് എടുക്കാം. ഓക്കെ, നമ്മുടെ കൂടെ വന്നവനാണ് വണ്ടിക്കകത്ത് കയറി അങ്ങ് ഇരുന്ന് ഗൈസ്. നമ്മുടെ കൂടെ ഒരുത്തൻ വന്നായിരുന്നു, ചാടിക്കയറി വണ്ടിക്കകത്ത് ഇരുന്നവൻ. ഓക്കെ, ആരും കാണാതെ വേണം ഗൈസ്, നമ്മളിവിടെ ആരും കാണാതെ പോയി വേണം വണ്ടി എടുക്കാനായിട്ട്. ഓക്കെ, അവൻ്റെ കയറി ഇരുന്നിട്ടുണ്ടാകത്ത്. അതുകൊണ്ട് TN 63. ഓക്കെ ഗൈസ്, ഈ വണ്ടി തന്നെ. ഇവനാണ് 3152. ഓക്കെ, ഇവനാണ് നമ്മൾ പറഞ്ഞ ഐറ്റം. ട്രെയിലറാണെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ട്രെയിലറാണ് ആയതുകൊണ്ട് ഇച്ചിരി പണിയായിരിക്കും ഗൈസ്. ഞാൻ വിചാരിച്ചില്ല ട്രെയിലറായിരിക്കുമെന്ന്. ട്രെയിലർ ആയതുകൊണ്ട് ഇച്ചിരി സീനുണ്ട്. ട്രെയിലറല്ല വണ്ടി, ഇങ്ങനത്തെ വണ്ടിയല്ലേ, 2 പീസായിട്ടുള്ളത്. അതാണ് ഇന്ത്യൻ ഓയിൽ എന്നൊക്കെ എത്ര അടിപൊളിയായിട്ട് അച്ചടിച്ച് വെച്ചേക്കുന്നത്. പക്ഷേ അകത്ത് മൊത്തം സ്പിരിറ്റാണെന്ന് നമുക്കും മൈക്കിളണ്ണനും മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, അവനെ നമ്മുടെ കൂടെ മൈക്കിളണ്ണൻ വിട്ടയാണ് ഗൈസ്, നമ്മുടെ വണ്ടിക്കകത്തിരിക്കുന്നവനെ. അതുകൊണ്ട് അവനും അറിയാം. ഓക്കെ, ഇന്ന് നമുക്ക് വണ്ടിക്കകത്തിലേക്ക് കയറാം ഗൈസ്. ഓക്കെ ഓക്കെ, ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, സൂപ്പറായിട്ടുണ്ട്. വേണ്ട നമ്മുടെ ഫ്രണ്ട് അവൻ കയറി അങ്ങ് ഇരുന്നു ഗൈസ്. അവൻ്റെ മൈക്കിളണ്ണൻ വിട്ടതാണ്. ഓക്കെ, അവൻ കയറി വണ്ടിക്കകത്തിലങ്ങ് ഇരുന്ന്. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി അങ്ങ് ഇറക്കാം ഗൈസ്. ഓക്കെ, ഹോണും ഒന്നും അടിക്കില്ല, ചിലപ്പോൾ പണി കിട്ടും. ഓക്കെ, ഇത് സൈഡിലെ കർട്ടൻ താക്കുന്നു ഗൈസ് അവൻ. ഇത് അടങ്ങിയില്ലടാ, ഒരു പണിയും ചെയ്യത്തില്ല, വണ്ടി നശിപ്പിക്കാൻ നോക്കുക. ഓക്കെ ഓക്കെ, നമുക്ക് തട്ടിയാലും മുട്ടിയാലും ഒന്നും സീനില്ല ഗൈസ്. എങ്ങനെയാലും വണ്ടി പെട്ടെന്ന് അവിടെ എത്തിച്ചാൽ മതി. ഒന്ന് വളരെ സ്പീഡിലായിരിക്കും നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ്. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. ഓക്കെ ഓക്കെ, ഇവിടെ വണ്ടിയൊന്നുമില്ല. നമുക്ക് ലൈറ്റ് കത്തിക്കണ്ട ഗൈസ്, ചിലപ്പോൾ ലൈറ്റ് കത്തുന്ന പോലീസോ വല്ലതും കണ്ടാലോ. ഇതുവഴി അങ്ങ് പോവാം. ഇവിടെ റോഡ് പണിയാണ്. ഇവിടെ പറ്റത്തില്ല ഗൈസ്, ഇവിടെ റോഡ് പണിയാണ്. കറക്റ്റ് സമയം ട്രെയിലറും കൊണ്ട് വന്ന് ഇവിടെ തിരിക്കേണ്ട ഗതികേട്. ഓക്കെ ഓക്കെ, മെല്ലെ അങ്ങ് തിരിക്കാം. ഓക്കെ, ഇടിച്ചാലും സീനൊന്നുമില്ല. നമ്മുടെ മൈക്കിളെണ്ണം പറഞ്ഞിട്ടുണ്ട് ഇടിച്ചാലും സീനൊന്നുമില്ല, അത് എങ്ങനെയും വണ്ടി ഇവിടെ കൊണ്ട് എത്തിച്ചാൽ മതിയെന്ന്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ അതിനാണ്. ഇടിച്ചാലും സീനൊന്നുമില്ല, നമുക്ക് അടിച്ച് പറത്തി അങ്ങ് പോവാം ഗൈസ്. ഓക്കെ
ഓക്കെ സിഗ്നലൊക്കെ കത്തിക്കിടക്കുന്നു ഗൈസ്. നമുക്കതൊന്നും കാര്യം വെക്കാതെ അങ്ങ് പോവാം. ഓക്കെ ഇത്രയും വലിയ കുറ്റം ചെയ്യുമല്ലോ നമ്മൾ. ഓക്കെ പോലീസൊക്കെ അറിയാതെ വേണം ചെയ്യാം. പോലീസ് വല്ലതും അറിഞ്ഞോ ഇനി പുറകെ വല്ലതും വരുന്നുണ്ടോയെന്നും അറിയത്തില്ല ഗൈസ്. ഓക്കെ ഇവിടെ ഇനി ലൈറ്റൊക്കെ കത്തിച്ചങ്ങ് പോവാം. ഓക്കെ കുറേ വണ്ടികൾ വരുന്നുണ്ട്. പോലീസൊന്നും കാണില്ലേ. നമുക്ക് നല്ല അടിച്ച് പറിച്ച് ഓവർടേക്ക് ചെയ്തൊക്കെ അങ്ങ് പോകാം ഗൈസ്. ഇതൊരു പ്രൈവറ്റ് ബസ്സൊക്കെ പോയി കിടന്ന് ഉറങ്ങടാ. ഓക്കെ ഓക്കെ ഇതേ വെള്ളിമൂങ്ങ ഇവനില്ലായിരുന്നു. ഇപ്പം നമുക്ക് അവിടെ ഓവർടേക്ക് ചെയ്യായിരുന്നു. ഓക്കെ ഓക്കെ നമ്മളെല്ലാവരും ഓവർടേക്ക് ചെയ്തിങ്ങ് പോവുകയാണ്. സിഗ്നലൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. ഓക്കെ നമ്മൾ ഇങ്ങോട്ടേക്കാണ് റൈറ്റിലേക്ക് പോകാം ഗൈസ്. ഇനി ഓക്കെ ഇവിടെ നിന്ന് ഇനി അടിച്ച് പറിച്ചങ്ങ് വിടാം. ഇനി കുറേ ഹൈവേ ഒക്കെ ഉണ്ട് ഗൈസ്. അതുവഴിയൊക്കെ നമ്മൾ പറന്ന് പോകണം. ഭയങ്കര സീനായിരിക്കും. ഇന്നെന്തായാലും നമുക്ക് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ് നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ് എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഇതേ ലോറി പോകുന്നു. നമുക്കിവനെ ഓക്കെ അവൻ മാറിയിട്ടുണ്ട്. നമ്മൾ മാറ്റിയിട്ടുണ്ട് അവനെ. ഓക്കെ ഫുൾ ലോഡൊന്നും ഇല്ലാതെ അവിടെ പോവാം. ഓ നമ്മുടെ സ്പീഡ് കണ്ടോ. ഒന്നാമത് ട്രെയിലർ വെച്ചിട്ട്. ഇനി ബ്രേക്ക് ഉണ്ടോ ആവോ. എൻ്റെ സൈഡിലൊരുത്തൻ ഇരിപ്പുണ്ട്. അവൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. GTA തട്ടി ഗൈസ്. അപ്പോളോ GTA നമ്മൾ തട്ടി. അതൊന്നും സീനില്ല. നമുക്കങ്ങ് അടിച്ചു പറിച്ച് വിടാം. എന്തേ ഹൈവേ ആണിത്. ഓക്കെ ഓക്കെ നമ്മൾ നല്ല സ്പീഡിലാണ് ഗൈസ് വിടുന്നത്. ഓക്കെ 160 മേലെ പോയി ഗൈസ്. കണ്ടോ സ്പീഡ് കണ്ടോ നമ്മുടെ ലെയ്ലാൻഡിൻ്റെ. ഇത്ര സ്പീഡ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. ഇവിടെ പിന്നെ ഇറക്കവും കൂടെ ആയിരിക്കും അല്ലേ, അതായിരിക്കും സ്പീഡിൽ പോകുന്നത് നല്ല രീതിയിൽ. ഓക്കെ ഇങ്ങനെ തന്നെ ഒരു പ്രശ്നമില്ലല്ലോ. അവിടെ അങ്ങ് ചെന്നാൽ മതിയായിരുന്നു. ഓക്കെ നമുക്ക് നല്ല അടിച്ചു വർത്തിയും കൂടെ. എൻ്റെ മോൻ എന്താ ഇന്ന സ്പീഡാ. ലോറിയൊക്കെ അടിച്ചു തൂക്കി ഇങ്ങനെ പോകുന്നു. ഇപ്പം 160 മേലെ കയറിയിട്ടുണ്ട് വണ്ടി. ഓക്കെ ഇങ്ങനെ ലൈറ്റ് അടിച്ചടിച്ച് ആ വണ്ടികളെല്ലാം അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പം നല്ല സേഫായിട്ട് അങ്ങ് പോകാം. നല്ല അടിച്ച് പറഞ്ഞ് സ്പീഡിൽ അങ്ങ് പോകാൻ പറ്റും. അപ്പോൾ മറ്റേ വണ്ടികളുടെ ശല്യമൊന്നും കാണത്തില്ല. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ലൈറ്റ് അടിച്ചടിച്ച് പോകുന്നത്.
ഗൈസ് എം വി ഡി. അയ്യോ ഗൈസ് എം വി ഡി ഗൈസ് സീനാക്കൂ. ഓക്കെ സൈഡ് വരുന്നുണ്ട്, നമ്മൾ ലൈറ്റ് അടിച്ചോളണം. ഓക്കെ ഇനി പുറകെ വരുമോ എന്നാണ് അറിയാത്തത്. അപ്പം ഓവർടേക്ക് ചെയ്ത് കയറിയാലോ. ഓക്കെ പിടിക്കല്ലേ. ഓക്കെ ഇത് എം വി ഡി ഉണ്ട്. ഓക്കെ വന്നില്ല, അവർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ബാക്കിൽ നമ്പറില്ല ഗൈസ്, അതുകൊണ്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഫ്രണ്ടിലേ ഉള്ളൂ നമ്പർ, അതുകൊണ്ട് അവർക്ക് മനസ്സിലായില്ല, കാണത്തില്ല. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ അടിച്ചു തൂക്കി ഇങ്ങ് പോന്നിട്ടുണ്ട് എല്ലാവരെയും. നല്ല സ്പീഡിൽ തന്നെ നമ്മുടെ ടാങ്കർ ഓടിച്ചുകൊണ്ടിങ്ങ് വന്നിട്ടുണ്ട്. ഓക്കെ ചെറിയ പേടി ഉണ്ടായിരുന്നു പോലീസ് പിടിക്കുമെന്ന്. ഓക്കെ ഇനിയും പിടിക്കാൻ ചാൻസ് ഒന്നും ഇല്ല, കാരണം ഇനി അവർ ഇവിടെ നമ്മളെ തപ്പാൻ ചാൻസ് ഇല്ല. കാരണം ഓക്കെ നമ്മൾ ആ സ്ഥലം കഴിഞ്ഞു, ഇനി കുറേ വന്നു, ഇനിയും പിടിക്കാൻ ചാൻസ് കുറവാണ്. കൂടാതെ ഇതൊരു ചെറിയൊരു വഴിയും കൂടാണ് ഗൈസ്. ഓക്കെ അപ്പം നമ്മളിപ്പം മൈക്കിളെണ്ണം വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായി എന്താണ്, ഇപ്പം നമ്മൾ മൈക്കിളിൻ്റെ പെട്രോൾ പമ്പുണ്ട് ഗൈസ്, അവിടെ ഈ ലോറി കൊണ്ടിടാനാണ്. ഓക്കെ നമുക്കറിയാം പെട്രോൾ പമ്പ്, നമ്മൾ അവിടെ കൊണ്ടിടാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ അവിടെ ഒരു ട്രെയിലറും കിടപ്പുണ്ട് സൈഡിൽ, അതിൻ്റെ അടുത്തായിട്ട് കൊണ്ടിടാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ചെല്ലുമ്പോൾ ട്രെയിലറൊക്കെ അങ്ങ് പോകുമോയെന്ന് അറിയത്തില്ല. ഓക്കെ എന്തായാലും ചെന്ന് നോക്കാം. ഓക്കെ ഇതൊരു കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ഗൈസ്, നമ്മുടെ സിമെൻ്റൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത പോലത്തെ ഒരു റോഡാണ്. അതാണെന്ന് തോന്നുന്നു. ടയറ് ചെറുതായിട്ട് സ്ലിപ്പാവുന്നു എന്നൊരു സംശയം. ടയറ് ചെറുതായിട്ട് സ്ലിപ്പാവുന്നുണ്ടോ എന്നൊരു സംശയം. അതാണ് വളവിലൊക്കെ നമ്മൾ സൂക്ഷിച്ച് വളച്ചില്ലെങ്കിൽ സ്ലിപ്പായി വണ്ടി കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്, അതാണ് നമ്മൾ സ്ലോ ആക്കിയത്. ഓക്കെ ഇനിയും പിന്നെ ഇവിടെ ഇപ്പം പോലീസ് പിടിക്കാൻ ചാൻസും കാര്യങ്ങളും ഒന്നും ഇല്ല, അതുകൊണ്ട് ഇനി നമുക്കിവിടെ ഇച്ചിരി സ്ലോ ആയിട്ട് പോയാലും കുഴപ്പമില്ല. ഓക്കെ ഗൈസ് നമ്മുടെ കൂടെ വന്നാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫ്രണ്ടില്ലേ നമ്മുടെ കൂടെ വന്ന്, അവൻ കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. അവനെ ശരിക്കും കൊണ്ടുവന്നത് എന്തിനാണ്? ഉറങ്ങാനാണ്. അവനെന്നാൽ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൂടെ? ഓക്കെ അവൻ പുറകെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ അവനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്ന അത്ര സേഫ് അല്ല, കാരണം പുള്ളിക്ക് പരിചയമൊന്നും ഇല്ല ഇത്രയും ലോങ് വണ്ടി ഓടിച്ച്, അതും ഇത്രയും വലിയ വണ്ടികളൊക്കെ സ്പീഡിൽ ഓടിച്ച് പരിചയം അത്രയ്ക്കില്ല. അപ്പം അതാണ് നമ്മൾ അവനെ ഓടിപ്പിക്കാത്തത്. കാരണം ചിലപ്പോൾ ഒന്നാമതിപ്പം പോലീസൊക്കെ പിടിക്കാൻ വരുമല്ലോ, അപ്പം പിടിക്കാൻ വരുമല്ല ചിലപ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഇവനെ ഓടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോൾ സ്പീഡിൽ വിട്ടിട്ട് ഇടിക്കാനും കാര്യങ്ങളോ വല്ല ചാൻസ് ഉണ്ട്. അതാണ് അപ്പം പിന്നെ സംഗതി മൊത്തം പൊളി. അതാണ് വെറുതെ എന്തിനാണ് റിസ്ക് എടുക്കുന്നതെന്ന് വിചാരിച്ചാണ് അവനെ കൊണ്ട് ഓടിപ്പിക്കാത്തത്. നമ്മൾ മാക്സിമം നല്ല സ്പീഡിലാട്ടോ വിടുന്നത്, ചെറുതായിട്ട് വണ്ടി സ്ലിപ്പും ആകുന്നുണ്ട്. ഓക്കെ ഗൈസ് അങ്ങനെ നമ്മളിങ്ങനെ വന്നു ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പെട്രോൾ പമ്പ് എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ ഓടിച്ചാൽ മതി. ടൈമും കാര്യങ്ങളൊക്കെ ഏകദേശം കുറേ ആയി. ഓക്കെ ഒരു 3-4 മണി ആയിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ 4 മണിയായി, 3:45 ഗൈസ്. 3:45-4 മണി ആയിട്ടുണ്ട്. ഓക്കെ നമ്മൾ പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ എത്താറായിട്ടുണ്ട് ഗൈസ്. ഇവിടെ അടുത്തായിട്ടാണ്. ഓക്കെ ഇതേ ഒരു ടാങ്കർ ലോറി വരുന്നത്. ഇത് നമ്മുടെ ഗ്യാസിൻ്റെ HP ഗ്യാസ്. ഓക്കെ ഗൈസ് അപ്പോൾ ഇതാണ് അണ്ണൻ പറഞ്ഞ പെട്രോൾ പമ്പ്. ഓക്കെ ഇങ്ങോട്ടേക്ക് കയറ്റിയിടാം. അവിടെ ആ ട്രെയിലർ കിടപ്പുണ്ട്. ഓക്കെ അപ്പോൾ ഇത് തന്നെ സെറ്റ്. ഓക്കെ ഇങ്ങോട്ടേക്ക് കയറ്റി ഇടാനാണ് പറഞ്ഞത്. ഇച്ചിരൂടെ മുന്നിലേക്ക് കയറ്റിയിടാം. ചിലപ്പം പോലീസുകാർ വല്ലതും വന്ന് വണ്ടിയുടെ നമ്പരും എല്ലാം ഒന്ന് ചെക്ക് ചെയ്താലോ. ഓക്കെ അപ്പം മോഷണം പോയ ലോറിയാന്ന് മനസ്സിലാവും. ഓക്കെ അതാണ്. ഓക്കെ നമ്മളങ്ങനെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു ഗൈസ്. ഓക്കെ അത് ഓഫാക്കി. ഓക്കെ സെറ്റ്. ഓക്കെ അവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ ചെക്കനെ ഓടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്.
ഓക്കെ ഓക്കെ, ഇനി ഇവിടെ മൈക്കിളെണ്ണ വേറെ ആളെയും കാര്യങ്ങളൊക്കെ വിട്ട് വണ്ടി എടുപ്പിച്ചോളും. ഓക്കെ, നേരെ ഓട്ടോ പെട്രോൾ അടിക്കാൻ കയറി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വല്ല ഫുഡും കാര്യങ്ങളും എല്ലാം അടിച്ചിട്ടങ്ങ് പോവാം. ഓക്കെ, ഇവിടുന്ന് വല്ല ഫുഡൊക്കെ കഴിക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ ബൈ.